മനസ്സിനൊപ്പം കണ്ണുകളെയും കുളിരണിയിക്കാൻ കഴിയുക എന്നത് പ്രകൃതിയുടെ പ്രത്യേകതയാണ്. അത്തരമൊരിടത്തേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. നഗരജീവിതത്തിൽ നിന്ന് ഇടവേള നൽകി യാത്ര തിരഞ്ഞെടുക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലത്തേക്ക്. കൊല്ലം ആലപ്പുഴ ജില്ലാതിർത്തിയിലുള്ള വയ്യാങ്കിരച്ചിറ പ്രകൃതി അതിൻ്റെ ഗാഢമായ സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരിടം. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആ യാത്രയുടെ കാഴ്ചകൾ കാണാം. പ്രകൃതി വശ്യത കൊണ്ട് സന്ദർശകരെ മോഹിപ്പിക്കുന്ന ഇടമാണ് വയ്യാങ്കരച്ചിറ. സഞ്ചാരികളുടെ ഇടയിൽ അധികമാരും അറിയപ്പെടാത്ത ഇടം. ഈ ചിറയ്ക്ക് ഒരു പഴയ കഥ പറയാനുണ്ട്. പ്രദേശവാസികൾ മത്സ്യകൃഷി നടത്തി വന്നതിൻ്റെ കഥ. പക്ഷേ ഇന്ന് വെറും ഒരു ചിറയല്ല ഇത്. കേരളത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ കൃത്യമായ അടയാളപ്പെടുത്തലുകൾക്ക് ഇടം പിടിച്ച സ്ഥലമാണ് വയ്യാങ്കരയുടെ ഈ വിനോദസഞ്ചാര കേന്ദ്രം. കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിലുള്ള വയ്യാങ്കരച്ചിറയിൽ ടൂറിസം വകുപ്പും താമരക്കുളം പച്ചക്കാട് ഫാമേഴ്സ് ക്ലബ്ബും ചേർന്ന് ഗ്രീൻ ഫോറസ്റ്റ് എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കിയത്. വിശാലമായ ചിറയുടെ മധ്യഭാഗത്ത് സ്ഥാപിച്ച ഹട്ട് ആകർഷണങ്ങളിൽ പ്രധാനമാണ്. നാഗരികതയുടെ സ്പർശനമേൽക്കാത്ത ഗ്രാമഭംഗി. പച്ചക്കാട് ഫാമേഴ്സ് ക്ലബ്ബ് അംഗങ്ങളുടെ ശ്രമഫലമാണ് വയ്യാങ്കരയുടെ മാറ്റത്തിന്റെ കാതൽ. ആ ചിറയുടെ തീരത്ത് ഇന്നവർ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുകയാണ്. സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം. ചിറയിൽ ബോട്ടിംഗ്, കയാക്കിംഗ് വള്ളങ്ങൾ, കുട്ടവഞ്ചി, പെഡൽ ബോട്ട്, കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം, ഫുഡ് കോർട്ട്, ചിറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ലേക്ക് വ്യൂ പാലം എന്നിവയും സജ്ജമാണ്. വയ്യാങ്കര വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കും സന്തോഷം. നല്ലതാണ്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കൂട്ടി ഇങ്ങോട്ട് വരും. ഇവിടെ ഞാൻ ഒരു വട്ടം കൂടെ വന്നിട്ടുണ്ട്. നീ ഇപ്പം സ്കൂളിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ലോണം സന്തോഷം. ഇവിടെ എല്ലാവർക്കും കളിക്കാനൊക്കെ നല്ല തിങ്സാണ്. പിന്നെ ബോട്ടിംഗ് ഒക്കെ അടിപൊളിയാണ്. ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ഇന്ന് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല അന്തരീക്ഷം. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബൗൺസിന്റെ കാസിലായിരുന്നു. സന്ദർശകർക്ക് ഇവിടെ വിശ്രമത്തിനും സൗകര്യമുണ്ട്. ചിറയിലേക്ക് ഇറക്കി നിർമ്മിച്ചിട്ടുള്ള പാലത്തിൽ അസ്തമയ സൂര്യനെ കാണാനും തിരക്കാണ്. 100 ഏക്കറോളം വരുന്ന ചിറയിലാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണമായും സുരക്ഷിതത്വമുള്ളതാണ് ഈ ചിറയെന്ന് ഇവിടുത്തെ സംഘാടകരായ ഫാർമേഴ്സ് ക്ലബ്ബും അവകാശപ്പെടുന്നുണ്ട്. ഈ ചിറയുടെ ഒത്ത നടുക്ക് ഒരു ഹട്ടും പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഹട്ടാണ് ഈ ചിറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്ന്. അവിടേക്കാണ് ഞാനിപ്പോൾ എത്തുന്നത്. വിനോദസഞ്ചാര വകുപ്പ് ഏറ്റെടുത്ത വയ്യാങ്കരച്ചിറയുടെ പരിപാലന ചുമതല പച്ചക്കാട് ഫാമേഴ്സ് ക്ലബ്ബിന് നൽകുകയായിരുന്നു. തുടർന്ന് ബോട്ടിംഗ് ഉൾപ്പെടെ സജ്ജീകരിച്ച് പ്രാദേശിക വിനോദ കേന്ദ്രമായി വയ്യാങ്കരച്ചിറയെ ഒരുക്കിയതിൽ പച്ചക്കാട് ഫാമേഴ്സ് ക്ലബ്ബ് വഹിച്ച പങ്ക് പ്രശംസനീയമാണ്. ആളുകൾക്ക് വന്ന് ആശ്വസിച്ച് നല്ല രീതിയിൽ വന്ന്
ആസ്വദിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ ഇത് വളർത്തിയെടുക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു കൺസെപ്റ്റാണ്. അത് ഞങ്ങളെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞങ്ങൾ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളത്. 20 രൂപയാണ് ഇവിടേക്കുള്ള പ്രവേശന ഫീസ്. കുട്ടികളുടെ പാർക്കിലെ റൈഡുകൾക്ക് 50 രൂപയാണ് നിരക്ക്. ബോട്ടിംഗ്, പെഡൽ ബോട്ട്, കയാക്കിംഗ്, കുട്ടവഞ്ചി സവാരി ഒരാൾക്ക് 100 രൂപ വീതവും നൽകണം. ഒരു വിനോദ കേന്ദ്രമായി വയ്യാങ്കരയെ മാറ്റുന്നതിൽ ജനപ്രതിനിധികളായ കൊടിക്കുന്ന് സുരേഷ് എംപിയും MS അരുൺകുമാർ MLA നടത്തിയ ഇടപെടൽ മാതൃകാപരമെന്ന് നിസ്സംശയം പറയാം. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. 100 ഏക്കറോളം വരുന്ന തനി നാടൻ ടൂറിസം പദ്ധതി. മുഖമിനുക്കിയ വയ്യാങ്കരച്ചിറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇന്ന് സന്ദർശകരുടെ പ്രവാഹമാണ്. നാട്ടുകൂട്ടായ്മ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇങ്ങനെ വളർന്ന് ടൂറിസത്തിന്റെ വിപുലമായ സാധ്യതകൾ തേടി മുന്നോട്ട് പോകുന്നത്. പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ആവോളം നുകർന്ന് അതിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ വയ്യാങ്കര ചിറയിലെ ഈ ടൂറിസ്റ്റ് ഹബ്ബിലെത്തിയാൽ കഴിയുമെന്ന കാര്യത്തിൽ സംശയമേതുമില്ല. വയ്യാങ്കരയിൽ നിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24.